റിയൽമിയുടെ റിയൽമി 14 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 14 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അമ്മലിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. കോഡ് കൗട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ IP69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7300E എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിന്റെ വില 20,000 രൂപയ്ക്ക് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാനും പറ്റില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വന്നേക്കാം. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വന്നേക്കാം. ഇപ്പം പ്രോ പ്ലസിൽ പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. ചിലപ്പം ഈ ഒരു പ്രോയില് ആ ഒരു പെരിസ്കോപ്പ് ലെൻസ് വന്നോളണം എന്നില്ല. ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ടെലിഫോട്ടോ ലെൻസും വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി വരും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 16 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില ഒരു 22,000-23,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല. ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പം കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ്, തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും റിയൽമിയുടെ റിയൽമി 14 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.